മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള, മതസ്വാതന്ത്ര്യം സാധ്യമല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരാഖ്യാന നിർമ്മിതി കേരളീയ പൊതുബോധത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഗൗരവകരമായ ചില സൂചനകളിലേക്കാണ് അടുത്തതായി നമ്മൾ കടക്കുന്നത്. എന്താണ് ഈ ആഖ്യാന നിർമ്മിതി എന്ന് പറഞ്ഞാൽ? എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ അടുത്ത് നടന്നിട്ടുള്ള ഏതാനും ചില വിവാദങ്ങളിലൂടെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ ഒരു കാര്യം വളരെ കൃത്യമായി കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് തുടങ്ങുക? ഈ തുടങ്ങുന്നതിന് കൃത്യമായ ഒരു പാറ്റേൺ, ഈ ഇതുവരെ വന്ന വിവാദങ്ങളാണെങ്കിലും ഇനി വരാനിരിക്കുന്ന, നാളെ മുതൽ വരാനിരിക്കുന്ന വിവാദങ്ങളാണെങ്കിലും ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ അത്? ഒന്നാമതായി, സാധാരണ രീതിയിൽ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആചരിച്ചു വരുന്ന എന്തെങ്കിലും ഒരു രീതിയോ അല്ലെങ്കിൽ ആചാരമോ വിശ്വാസമോ ഉണ്ടാവും. ആ വിശ്വാസം, ആ ആചാരം പെട്ടെന്നൊരു ദിവസം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആകും. പെട്ടെന്നൊരു ദിവസം വളരെ സാധാരണയായി, വളരെ നോർമലായി മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്ന, ആചരിച്ചിരുന്ന അവരുടെ രീതി പെട്ടെന്നൊരു ദിവസം ബ്രേക്കിംഗ് ന്യൂസ് ആകും, പെട്ടെന്നൊരു ദിവസം വാർത്തയാകും. അതിനുശേഷം ആ വാർത്ത, ആ പ്രവൃത്തി പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആചരിച്ചു പോരുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രീതിയാണെങ്കിൽ കൂടി പെട്ടെന്നൊരു ദിവസം അത് വാർത്തയാകുന്നതുകൂടി അത് പ്രശ്നവൽക്കരിക്കപ്പെടും. അത് ഭയങ്കര പ്രശ്നമാകും, ആഗോള പ്രശ്നം അതായിരിക്കും. ബാക്കി എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചാനലുകൾ അതിൻ്റെ പിന്നാലെയായിരിക്കും. അങ്ങനെ അത് പെട്ടെന്ന് പ്രശ്നവൽക്കരിക്കപ്പെടുന്നു. അതിനുശേഷം പിന്നെ നടക്കുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ അത് ചെയ്യുന്നവരും ചെയ്യാത്തവരും എന്ന ഒരു ബൈനറി സൃഷ്ടിക്കപ്പെടും. ഇത് നമുക്ക് ഓരോ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വന്നുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം. ഇത് ചെയ്യുന്നവർ ബാഡ് മുസ്ലിം, അവർ അത്ര പോരാ, അവര് പിന്നെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതമൗലികവാദികളായി, തീവ്ര ചിന്താഗതിക്കാരായി അവരിങ്ങനെ പോകുന്നു. അതൊന്നും ചെയ്യാത്ത വളരെ നല്ല മുസ്ലിങ്ങൾ വേറെയുണ്ട്. അവരെ നിങ്ങൾക്ക് നോക്കിക്കൂടെ? 140 കുട്ടികൾ അവർ തട്ടിടാതെ വരുന്നില്ലേ? അല്ലെ? അങ്ങനെയുള്ള ഒരു ബൈനറി സൃഷ്ടിക്കപ്പെടുന്നു. അതിനുശേഷം പിന്നെ ഈ ചെയ്യുന്നയാളുകൾ, മതമനുഷ്ഠിക്കുന്നയാളുകൾ, മതത്തിന്റെ രീതികൾ പിൻപറ്റുന്ന ആളുകൾ അവരെ ഭീകരവൽക്കരിക്കുന്നു, അവരെ ഭീകരവാദികളാകുന്നു. താലിബാനിലും തട്ടിടുന്നുണ്ടെന്നാണ് കേട്ടത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ആണും പെണ്ണും വേറെ ഇരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ താലിബാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോകുന്നു, ഇറാനിലേക്ക് അയക്കപ്പെടുന്നു. അതിനുശേഷം പിന്നീട് ആ ഒരു വളരെ സാധാരണമായി മതവിശ്വാസികൾ സ്വീകരിച്ചു പോന്നിരുന്ന ആ രീതി, ആ മതവിശ്വാസം, ആ ആചാരം അത് സാധ്യമല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുന്നു.